ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്പർ 231 പവർ ഓഫ് 2. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഫോളോ ചെയ്യുന്നത് ലവ് ബബറിൻ്റെ കോഴ്സിൻ്റെ യൂട്യൂബ് വീഡിയോസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മലയാളം എക്സ്പ്ലനേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ ഒരു ഫ്ലോയിലൂടെയാണ് ഞാനിത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ പവർ ഓഫ് 2 നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒത്തിരി സൊല്യൂഷൻ നോക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ലൂപ്പ് ഇടുക. എന്നിട്ട് ആ ലൂപ്പിനകത്ത് 2ന് പറ്റുന്ന പവറിൻ്റെ എല്ലാ പവറും എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും മാച്ച് ആവുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വായിച്ചില്ലല്ലോ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവൺ ആൻ ഇൻറ്റിജർ റിട്ടേൺ ട്രൂ ഇഫ് ഇറ്റ് ഈസ് പവർ ഓഫ് 2, അതർവൈസ് റിട്ടേൺ ഫോൾസ്. ആൻ ഇൻറ്റിജർ n is a power of 2 if there is an x such that n is equal to 2 raised to x. ഇത് നോക്കണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർ എക്സാമ്പിൾ 16 പവർ ഓഫ് 2 ആണ്. 2 raised to 4 അല്ലേ 16 അല്ലേ? അതെ, 2 raised to 4. അപ്പം അങ്ങനെയുള്ള നമ്പേഴ്സ് മാത്രം നമുക്ക് ട്രൂ കൊടുക്കുക, അല്ലെങ്കിൽ ഫോൾസ്. ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ 2ൻ്റെ എല്ലാ പവറും എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും പവർ മാച്ച് ആവുന്നുണ്ടെങ്കിൽ കറണ്ട് എക്സ് എന്നായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ കൊടുക്കുക. രണ്ടാമത്തെ സൊല്യൂഷൻ കുറച്ച് ബിറ്റ് വൈസ് ഓപ്പറേഷൻ വെച്ച് ചെയ്യുന്ന സൊല്യൂഷനാണ്. അത് കുറച്ചുകൂടെ എനിക്ക് എഫിഷ്യൻ്റ് ആണെന്ന് തോന്നുന്നത്. ആ സൊല്യൂഷനെ കുറിച്ച് പഠിക്കും. ആദ്യത്തെ സൊല്യൂഷൻ എളുപ്പമാണ്. ഒരു ലൂപ്പ് ഇടുക, 30 വരെ പോവുക. എന്നിട്ട് ആൻസർ ഈസ് ഈക്വൽ ടു ആൻസർ ഇൻറ്റു 2 എന്ന് കൊടുക്കുക. അങ്ങനെ പോയി എന്താ പറയുക, ഏതെങ്കിലും ഒരു ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അത് ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷനാണ്. അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യാൻ ട്രൂ. രണ്ടാം സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതെന്തോ മനസ്സിലാക്കാം. നമുക്ക് 2ൻ്റെ പവറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബിറ്റ് വൈസ് ഓപ്പറേഷനിൽ എല്ലാ 2ൻ്റെ പവേഴ്സുള്ള നമ്പേഴ്സും ബിറ്റ് വൈസിൽ 1 എന്ന് തുടങ്ങും, പിന്നെ 0 എന്ന് അവസാനിക്കും. അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ 2 raised to 1 എന്ന് വെച്ചു. 2 raised to 1. 2 raised to 1ൻ്റെ ബിറ്റ് വൈസ് എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞാൽ 1 0 ആണ്. 2 raised to 2 ആണെങ്കിലോ 2 raised to 2ൻ്റെ ബിറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ 4ൻ്റെ ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 0 0. 2 raised to 3 ആണെങ്കിലോ 2 raised to 3ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 1 0 0 1 0 0 0 ആണ്. 8ൻ്റെ ബൈനറി 1 0 0 0. അങ്ങനെ ഇങ്ങനെ ഇതാണ് 2ൻ്റെ ബിറ്റ് വൈസ് ഓപ്പറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് ഞാൻ ലീഡ് കോഡ് കണ്ട സൊല്യൂഷനാണ്. 2 raised to 1 minus 1 is equal to എപ്പോഴും 0 1. 1ൻ്റെ ബിറ്റ് 0 1 ആണല്ലോ. അതേപോലെ തന്നെ 2 raised to 2ൻ്റെ 2 raised to 2 minus 1 എന്ന് പറയുന്നത് 0 0 1 0 0 1 അല്ലേ? 0 0 1 0 1 1 ആണ്. 0 1 1 0 1 1 അല്ലേ? കാര്യം 2 raised to എന്ന് പറഞ്ഞാൽ 4 4 minus 1 3 3 0 1 1. അടുത്തെന്ന് പറഞ്ഞാൽ 2 raised to 3 minus 1 എന്ന് പറയുന്നത് 1 0 1 1 1 അല്ലേ? 0 3 എന്തോ 3 3 എന്തോ 8 8 minus 1 7 7 0 1 1 അല്ലേ? അല്ലേ? ആണെന്നോ? അതെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് നമ്മൾ ഈ നമ്പറും കൂടെ ആൻഡ് ചെയ്താൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുക. കാര്യം ആൻഡ് അല്ല, ആൻഡ് ചെയ്യുക. ആ കാര്യം 1 and 0 എന്ന് പറഞ്ഞാൽ 0, 1 and 0 എന്ന് പറഞ്ഞാൽ 0, 1 and 0 എന്ന് പറഞ്ഞാൽ 0, 0 and 1 എന്ന് പറഞ്ഞാൽ 0. ആൻഡ് ഇത് രണ്ടും ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. n×n-1ൻ്റെ ആൻഡ് അടിക്കുമ്പോൾ 0 കിട്ടുവാണെങ്കിൽ ആൻഡ് അനദർ സൊല്യൂഷൻ കണ്ടീഷൻ ഉണ്ട്. n greater than 0 ആണെങ്കിൽ, n 0 ആണെങ്കിൽ നമുക്ക് ഇതിനനുസർ 0 കിട്ടും. പക്ഷെ അത് 2ൻ്റെ പവർ അല്ല. അതുകൊണ്ട് n greater than 0 ആയിരിക്കണം. പിന്നെ ഈ ഒരു കണ്ടീഷനും കൂടെ ട്രൂ ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ട്രൂ കൊടുക്കും. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ. നന്നായിരിക്കുന്നു, സബ്മിറ്റ് ആയിരിക്കും.